കേരളത്തിൽ തുടർഭരണം അനിവാര്യമെന്ന് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട്. തുടർഭരണം ദേശീയ തലത്തിൽ പാർട്ടി വളർച്ചയ്ക്ക് അനിവാര്യമാണെന്നും ഇത് സാധ്യമാക്കാൻ പാർട്ടി ഒന്നായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യ സഖ്യം നിർജീവമായതിന് പിന്നിൽ കോൺഗ്രസ് നിലപാടാണെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. വനിതകൾക്ക് പാർട്ടി പ്രോത്സാഹനം നൽകുന്നില്ലെന്നും സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾ വില കുറച്ച് കാണുന്നുവെന്നും CPM സംഘടനാ റിപ്പോർട്ടിൽ വിമർശിക്കുന്നു. വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് അതൊരു ചർച്ചാ വിഷയമായി മാറുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇതിൽ വിശദാംശമായി പറയുന്നത്? ഹരി, രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് ഇപ്പോൾ CPMന്റെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുകയാണ്. 7:30 മണി വരെയാണ് ആ രേഖ അവരുടെ അവതരണം. അതിനാണ് കേരളത്തിൽ തുടർഭരണം എത്രത്തോളം അനിവാര്യമെന്ന് CPM ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിൽ തുടർഭരണം അനിവാര്യമായ സാഹചര്യമുണ്ടെന്ന് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് പറയുന്നു. തുടർഭരണം ദേശീയതലത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഭരണമോ അല്ലെങ്കിൽ സമീപത്തൊന്നും ത്രിപുരയിൽ ഭരണം ലഭിച്ചേക്കാമെന്നൊരു പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോഴും അതും അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ തുടർഭരണം ദേശീയതലത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. തുടർഭരണം സാധ്യമാക്കാൻ പാർട്ടി ഒന്നായി പ്രവർത്തിക്കണമെന്നാണ് CPM സംഘടനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ റിപ്പോർട്ട് അടുത്ത 4-ാം തീയതി വൈകിട്ട് PV രാഘവരു ആണ് അവതരിപ്പിക്കുന്നത്. ക്ഷമിക്കണം, അത് സംഘടനാ റിപ്പോർട്ടിലാണ് അന്ന് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് ഇപ്പോൾ അവതരിപ്പിച്ച് അത് നാളെ ചർച്ച തുടങ്ങുന്നു. ഇന്ത്യ സഖ്യത്തെ നിർജീവമാക്കിയത് കോൺഗ്രസ് ആണെന്ന് ഈ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യ സഖ്യം നിർജീവമായത് കോൺഗ്രസ് നിലപാട് കാരണമാണ്. ത്രിപുരയിൽ പാർട്ടിയുടെ അടിത്തറ തകർന്നിട്ടുണ്ടെന്ന പ്രതീക്ഷ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി CPM പങ്കുവയ്ക്കുന്നു. അധികാരത്തിൽ തിരിച്ചുവരാൻ സാധ്യതയുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ പശ്ചിമബംഗാൾ താഴെത്തട്ട് മുതൽ പാർട്ടിയെ വളർത്തിയെടുക്കേണ്ടതുണ്ട്, വീണ്ടും കെട്ടിപ്പടുക്കേണ്ടതുണ്ടെന്നാണ് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. സംഘടനാ റിപ്പോർട്ടാണ് 4-ാം തീയതി വൈകുന്നേരത്തോടെ 7 മണിയോടുകൂടി PV രാഘവരു അവതരിപ്പിക്കുന്നതിന്റെ വിശദാംശങ്ങളും പുറത്തു വരികയാണ്. അതിലാണ് വനിതകളോട് CPMന്റെ വനിതാ നേതാക്കളോട് സമീപനത്തിൽ പാളിച്ചകളുണ്ട് എന്ന സ്വയം വിമർശകപരമായ പരാമർശങ്ങളുള്ളത്. വനിതകൾക്ക് പാർട്ടി വേണ്ടത്ര പ്രോത്സാഹനം നൽകുന്നില്ല, സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾ വില കുറച്ച് കാണുന്ന പ്രവണതയുണ്ട് എന്ന കുറ്റപ്പെടുത്തലുമുണ്ട്. നേതൃസ്ഥാനത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്ന എല്ലാ തലങ്ങളിലും കുറവാണ്. അംഗത്വത്തിൽ 20% വനിതകളെന്ന് വേണമെന്ന കൊൽക്കത്ത പേര് നിർദ്ദേശമുണ്ട്, നടപ്പായില്ല. കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ്, അതും ഫലം കണ്ടില്ല എന്ന കുറ്റപ്പെടുത്തലും ഈ സംഘടനാ റിപ്പോർട്ടിലുണ്ട്. സംഘടനാ റിപ്പോർട്ട് 4-ാം തീയതിയാണ് CPMന്റെ പാർട്ടി കോൺഗ്രസിൽ വരുന്നത്. വ്യക്തമാണ്. സംഘടനാ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പ്രധാനമായും വനിതകൾക്ക് പാർട്ടി പ്രോത്സാഹനം നൽകുന്നില്ല എന്നുള്ളൊരു കാര്യവും കൂടിയാണ് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ തുടർഭരണം, കേരളത്തിൽ പ്രത്യേകിച്ച് തുടർഭരണം എത്രമാത്രം അനിവാര്യമാണ്, അത് രാജ്യത്തിൽ തന്നെ പാർട്ടിക്ക് എത്രമാത്രം അനിവാര്യമാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങളാണ് വി അരുൺ നൽകിയത്.